ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നാം പ്രത്യേകമായിട്ട് പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം. അത് വായിച്ചിട്ടുണ്ടോ? അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം അബ്രാഹത്തെ സന്ദർശിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, ഇന്ന് പുതിയ നിയമത്തിലൂടെയും പഴയ നിയമത്തിലൂടെയും കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പണം ചെയ്യുവാനും ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് അരുളി ചെയ്ത പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് കീഴ്വഴങ്ങുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രാഹത്തെ സന്ദർശിക്കുന്നു. അബ്രാഹത്തിൻ്റെ സൽക്കാരം ഏറ്റെടുക്കുക. നോക്കിയേ, ദൈവത്തിൻ്റെ മനസ്സിൽ അബ്രാഹത്തിനുള്ളൊരു സ്ഥാനം. ഇവിടെ ഒരു പ്രത്യേകത, ദൈവം പറയാതെയാണ് വരുന്നത്, അറിയിക്കാതെയാണ് വരുന്നത്. ഇതിന് നേരത്തെയുള്ള ഒരു ചരിത്രമുണ്ട്. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അബ്രാഹത്തോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും. ഒരു മകൻ പോലും ഇല്ല, വാർദ്ധക്യത്തിലെത്തി, വയസ്സായി, 99-100 വയസ്സായി. ഈ സമയത്തും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. ആര്? അബ്രാഹാം വിശ്വസിക്കുക. നിന്നെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും, നീയുമായി ഞാനൊരു ഉടമ്പടി ചെയ്യും. സാറായിക്ക് വയസ്സായി, അപ്പോഴൊരു പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറും, ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം മനുഷ്യബുദ്ധിക്ക് തോന്നിയാൽ, മനുഷ്യബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാൽ, നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കുന്നതനുസരിച്ച് ചിന്തിച്ചാൽ, ഇത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഒരു സ്വപ്നം കണ്ടതായിരിക്കും, അത് തോന്നിയതായിരിക്കും, അതല്ലെങ്കിൽ അത് സൈക്കോളജി ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല, ദൈവം ഇങ്ങനെ ഒരു ഉടമ്പടിയൊക്കെ ചെയ്യുമോ, അങ്ങനെയൊക്കെ വേണേൽ ചിന്തിക്കാം. ഇന്ന് നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കും. കാരണം നമുക്ക് ബുദ്ധി കൂടുതലാണ്, നമുക്ക് ബുദ്ധി അല്പം കൂടുതലാണ്. നമ്മുടെ ബുദ്ധിക്ക് ഇതൊന്നും നിരക്കുന്നതല്ല, ഇതൊന്നും ശരിയല്ല. 90, 99, 100 വയസ്സായി, സാറ വൃദ്ധയായി. കുറേ നാളായി തുടങ്ങിയിട്ട് ഈ ഉടമ്പടിയും ഈ വാഗ്ദാനവും. കടലിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയൊക്കെ നടക്കില്ലാത്ത കാര്യമൊക്കെ എന്തിനാ പറയണേന്ന് ഇന്നത്തെ ജനതയാണെങ്കിൽ ചിന്തിക്കും. പക്ഷേ അബ്രാഹാം അങ്ങനെയല്ലായിരുന്നു. ദൈവമാണ് ഉടമ്പടി ചെയ്തത്, ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്, അത് നിറവേറും. അതിന് മനുഷ്യബുദ്ധിക്കൊരു സ്ഥാനം അവിടെ അബ്രാഹാം കൊടുത്തില്ല. അങ്ങനെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവം അബ്രാഹത്തെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. തിരഞ്ഞെടുത്ത സമയത്ത് അബ്രാഹത്തിൻ്റെ പഴയ പേര് അബ്രാം എന്നായിരുന്നു. അബ്രാം, ഇനിമേൽ ഈ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് പറയാ, ഇനിമേൽ നീ അബ്രാം എന്നല്ല, അബ്രാഹം എന്ന് വിളിക്കപ്പെടും. ഉണ്ടോ? ദൈവം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവരുടെ പേര് പോലും ദൈവം മാറ്റിക്കൊടുക്കുക. സാറായുടെ പേര് സാറായി എന്നായിരുന്നു. സാറായി, നിന്റെ ഭാര്യ ഇനി മുതൽ സാറായി എന്നല്ല അറിയപ്പെടുന്നത്, സാറ എന്നായിരിക്കും. അബ്രാഹമായി, സാറായി, സാറ ആയി മാറി. അങ്ങനെ ഇവർ ദൈവമായിട്ടുള്ള ഉടമ്പടിയും സ്നേഹബന്ധവും പുലർത്തിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്ന സമയത്ത് ഈ ഓക്കുമരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ, ഇന്നത്തെ പോലെ വലിയ 2-ാം നില 3-ാം നില വീടൊന്നുമില്ല, ചെറിയ ചെറിയ കൂടാരങ്ങളാണ്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ വൃക്ഷത്തണലിലൊക്കെയാണ് പോകുന്നത് അന്ന്. അപ്പോൾ ഈ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കുമരത്തിൻ്റെ തണലിലൂടെയൊക്കെ ഇവർ നോക്കിയപ്പം 3 ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ അബ്രാഹാം ഓടിച്ചെന്നു, ഇത് നിങ്ങൾ എവിടെ പോവുക, മടുത്തില്ലേ, എന്നാൽ കാല് കഴുകാൻ വെള്ളം തരാം, അത് അവരുടെ ഒരു ആചാരമാണ്.
ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, വെൽക്കം ചെയ്യുന്നതാണ്. കാല് കഴുകാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറയുക, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാം. അബ്രാഹാം ഓടിച്ചെന്ന് സാറായിയോട് പറഞ്ഞു, നല്ലൊരു മൃഗത്തെ കൊന്ന് സദ്യ ഒരുക്കണം, നല്ലൊരു മൂരിയിറച്ചി ഇവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കണം, കുറച്ച് മാവെടുത്ത് അപ്പം ചുടണം, വെണ്ണയും പാലും എല്ലാം തയ്യാറാക്കണം, ഇവർക്ക് നല്ലൊരു സദ്യ ഒരു കൊടുക്കണം. അപ്പം സാറായിക്ക് സന്തോഷമായി. അബ്രഹാത്തിന് ഇഷ്ടമുള്ളതെല്ലാം സാറായിക്കും സന്തോഷം. സാറ ഓടിച്ചെന്ന് വേഗം സദ്യയൊക്കെ ഒരുക്കി ഇവരെ സൽക്കരിക്കുക. ദൈവമാണെന്ന് അറിയുന്നുണ്ടോ? ഇല്ല, യാത്രക്കാരാണെന്നാണ് ഓർക്കുന്നത്. അങ്ങനെ ഓക്കുമര വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് സാറായും അബ്രാഹവും കൂടെ ഇവർക്ക് നല്ല ഒരു മൂരിയിറച്ചിയൊക്കെ വിഭവസമൃദ്ധമായ ഒരു സദ്യയൊക്കെ ഒരുക്കി വിളമ്പിക്കൊടുത്ത് സ്നേഹത്തോടു കൂടി കൊടുത്ത് അവരതെല്ലാം ഭക്ഷിച്ച് അവർ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, നിന്റെ സാറാ എന്തി? നിന്റെ ഭാര്യ സാറാ എന്തി? അവളിവിടെയുണ്ട്. കർത്താവ് പറയുക, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇത് കേട്ടപ്പോൾ സാറ ഇങ്ങനെ ഒളിച്ചു നിന്നറങ്ങാതെ ഒന്ന് ചിരിച്ചു. കാരണം എന്താ? നടക്കുന്ന കാര്യമില്ലാണോ? അല്ല, ഞാൻ വൃദ്ധയായി, എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനൊന്നും പറ്റുകയില്ല. അപ്പോൾ സാറ ചിരിച്ചത് ആര് കണ്ടു? കർത്താവ് കണ്ടു. കർത്താവ് പറഞ്ഞു, വഴിയാത്രക്കാരാ ഇവർക്ക് അല്ലേ, അല്ല നിന്റെ ഭാര്യ സാറ ചിരിച്ചത് എന്തുകൊണ്ടെന്നാണ്? സാർ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. ഉടനെ കർത്താവ് പറയാ, നീ ചിരിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഞാൻ അടുത്ത വസന്തത്തിൽ ഇതിലെ വീണ്ടും വരും. അപ്പോൾ നീ ഒരു പുത്രനെ പ്രസവിക്കും, നിനക്കൊരു കുഞ്ഞ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാറ ഭയന്നെന്നാണ് പറഞ്ഞത്. വചനം പറയുന്നത് സാറ ഭയപ്പെട്ടെന്നാണ് പറഞ്ഞു. അയ്യോ, ഇനി അങ്ങനെ ചിരിച്ചില്ലെന്നൊക്കെ നുണയൊക്കെ പറഞ്ഞില്ലേ. ഉണ്ടോ? ദൈവമായിട്ടുള്ള ഒരു ബന്ധം നോക്കിയേ. ദൈവം അബ്രാഹത്തെ സന്ദർശിക്കുവാനായിട്ട് കടന്നു വരിക. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സിന്, എൻ്റെ ഹിതത്തിന്, എൻ്റെ കൽപ്പനയ്ക്ക്, എൻ്റെ ഉടമ്പടിക്ക് അനുസരിച്ച് ഉത്തരം നൽകുന്ന അബ്രാഹത്തെയും സാറായെയും സന്ദർശിക്കുവാൻ ദൈവം സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നിരിക്കുക. നമുക്കിപ്പോൾ തോന്നുമായിരിക്കും, എന്തൊരു ഭാഗ്യമാണെന്നൊക്കെ അല്ലേ. ഞാൻ ഓർത്തിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ, എന്തോ ഒരു ഭാഗ്യമാണ്. പിന്നെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ടെന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവരുടെ അടുക്കിലേക്ക് ആര് വരും? ദൈവം വരും. അതാ നമുക്ക് ഈ ഭാഗം ഒരു സ്കിറ്റ് കളിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം. അബ്രാം, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി വ്യാപരിക്കുക. നീയുമായി ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. അബ്രാം, ഇന്നു മുതൽ നിന്റെ പേര് അബ്രാം എന്നായിരിക്കുകയില്ല, അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ നിരവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. ഈ കാനാൻ ദേശം മുഴുവനും നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. സർവശക്തനായ ദൈവമേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അബ്രാഹം, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം. 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. നിന്റെ ഭാര്യ സാറായി ഇനിമേൽ സാറ എന്ന് വിളിക്കപ്പെടും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ
ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. ദൈവമേ, 100 വയസ്സ് തികഞ്ഞവന് ഇനി കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? ദൈവമേ, എന്റെ ദാസിയിൽ പിറന്ന ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അബ്രഹാം, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവികൊണ്ടിരിക്കുന്നു. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. യജമാനൻ എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന്റെ പദ്ധതി ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെന്ന്. ആട്ടെ, എന്റെ പുത്രൻ ഇസ്മായേലിന് ഇപ്പോൾ എത്ര വയസ്സായെന്ന് അറിയാമോ? അത് പിന്നെ എനിക്കറിയില്ലേ. 13. ഇന്ന് തന്നെ അവനെ പരിച്ഛേദനം ചെയ്യണം. അവനെ മാത്രമല്ല, എന്റെ വീട്ടിൽ പിറന്ന സകല പുരുഷന്മാരെ, പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ എല്ലാവരെയും പരിച്ഛേദനം ചെയ്യണം. ഇന്ന് തന്നെ വേണം. ശരി, അങ്ങനെ ചെയ്യാം. എത്ര മനോഹരമാണ് ഈ ഓക്കുമരങ്ങൾ നിരനിരയായി നിൽക്കുന്നു. ഈ ഓക്കുമരത്തോപ്പ് ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമാണ്. ഓ, എന്തൊരു വെയിലാണിത്! അതാരാ? 3 ആളുകൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അവരെ പോയി എതിരേൽക്കാം. യജമാനനെ, അങ്ങ് എന്നെ സംപ്രീതനെങ്കിൽ ഈ ദാസനെ കടന്നു പോകരുത്. ഇതാ ജലം. കാൽ കഴുകിയാലും ഈ ഓക്കുമരത്തിന്റെ തണലിലിരുന്ന് വിശ്രമിക്കുക. ശരി, നിന്റെ ആഗ്രഹം പോലെ ആകട്ടെ. നിങ്ങൾ യാത്ര ചെയ്ത് അവശരായിരിക്കുന്നു. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് കുറച്ചപ്പം ഞാൻ കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. ശരി, അങ്ങനെ ആകട്ടെ. സന്തോഷം. എങ്കിൽ കാൽ കഴുകി വരൂ. അപ്പോഴേക്കും അപ്പം തയ്യാറാക്കാം. സാറാ, സാറാ, അങ്ങ് വിളിച്ചോ? വിളിച്ചു. വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അതെന്തിനാ?
ഇപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത്? 3 വഴിയാത്രക്കാർ നമ്മുടെ വീട്ടിൽ അതിഥികളായി എത്തിയിരിക്കുന്നു. ദീർഘദൂരം യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ട്. കാൽ കഴുകി അല്പം വിശ്രമിച്ചിട്ട് ഉടൻ കഴിയും. ഓ, പാവം, അവർ ക്ഷീണിതരായിരിക്കും. ഞാൻ ഉടൻ തന്നെ അപ്പം ഉണ്ടാക്കാം. ആ വേലക്കാരനോട് പറയുക, കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് പാകം ചെയ്യാൻ. അവരെ നന്നായി സൽക്കരിക്കണം. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ഇതാ പാത്രം. ഇതാ പാകം ചെയ്ത അപ്പം. നാഥ, ഇതാ വെണ്ണയും പാലും. നാഥ, ഇതാ പാകം ചെയ്ത മൂരിയിറച്ചി. എല്ലാം തയ്യാറായല്ലോ. സന്തോഷം. യജമാന്മാരെ, വരൂ, എല്ലാം തയ്യാറാക്കിയിരിക്കുന്നു. വന്ന് ഭക്ഷണം കഴിച്ചാലും. ഇത്രയും വേഗം എല്ലാം തയ്യാറാക്കിയോ? ദീർഘദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ? നിങ്ങൾ ക്ഷീണിതരായിരിക്കുന്നു. വേഗം കഴിച്ച് ക്ഷീണം മാറ്റി വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. അത് നന്നായി. വരൂ, ഇരിക്കൂ. സ്വാദ്. അത് നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതാ നല്ല മൂരിയിറച്ചിയാണ്. അല്പം കൂടി കഴിക്കൂ. അപ്പം. നന്നായിരിക്കുന്നല്ലോ. ഇത് സാറയുടെ കൈപുണ്യമാണ്. അവൾ നന്നായി പാകം ചെയ്യും. നിന്റെ ഭാര്യ സാറ എവിടെ?
അവൾ കൂടാരത്തിലുണ്ട്. അബ്രഹാം, വസന്തത്തിൽ തീർച്ചയായും ഞാൻ ഈ വഴി തിരിച്ചു വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. എനിക്ക് പ്രായം ഏറെയായി, ഭർത്താവ് വൃദ്ധനായി. ഇനി ഞങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുമോ? നിനക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് നീ ചിരിച്ചതെന്തിന്? അബ്രഹാം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ ചിരിച്ചില്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. വിശ്വസിക്കുക, നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ തീർച്ചയായും ഈ വഴിക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നിനക്ക് ഒരു മകനുണ്ടായിരിക്കും. അവരെ കാണുന്നില്ലല്ലോ. അവർ ദൈവദൂതന്മാരാണ്. സത്യമോ? സാറ, നീ ഓർക്കുന്നില്ലേ അവിടുത്തെ വാഗ്ദാനവും ഉടമ്പടിയും? നീ ജനതകളുടെ മാതാവാകും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ലതായിട്ട് കളിച്ചിട്ടില്ല അല്ലേ? നോക്കിയേ, അബ്രാഹാം എത്ര സ്നേഹത്തോടു കൂടിയാ അതിഥികളായിട്ട് വന്ന 3 പേരെ സൽക്കരിക്കുന്നത്. വീട്ടിലെ വിശേഷപ്പെട്ട മൃഗത്തെ കൊന്ന് നല്ല ഒന്നാന്തരം മൂരിയിറച്ചി ഉണ്ടാക്കി അറിയോ കേൾക്കുകയോ ഒന്നുമില്ലാത്ത വിരുന്നുകാർക്ക് വിളമ്പി എന്നാണ് പറയുന്നത്. വഴിയാത്രക്കാർക്ക്, വിരുന്നുകാരല്ല വഴിയാത്രക്കാരാ. അപ്പോൾ വഴിയാത്രക്കാരെ പോലും അവരുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കണ്ട് അവരെ സ്നേഹിച്ച് സ്വന്തം സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ കൊടുക്കുന്ന അതേ മനോഭാവത്തോടു കൂടി ഒരു വഴിയാത്രക്കാരെ സൽക്കരിക്കുവാനായിട്ട് അബ്രാഹാം തയ്യാറാകുന്നു. ഈശോ ഒരിക്കൽ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, പരദേശിയായിട്ട് വന്നു, ഞാൻ വിശക്കുന്നവനായിട്ട് വന്നു, വസ്ത്രമില്ലാത്തവനായിട്ട് വന്നു. അപ്പം വലതുഭാഗത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഇടതുഭാഗത്തുള്ളവർ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അങ്ങ് വന്നോ ഞങ്ങളുടെ അടുക്കൽ? ആ, പരദേശിയായിട്ടും വിശക്കുന്നവനായിട്ടും വസ്ത്രമില്ലാത്തവനായിട്ടും കാരാഗ്രഹവാസിയായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങളെന്നെ കണ്ടില്ല. നമ്മൾ ആർക്കെങ്കിലും ഒന്ന് വയറ് നിറച്ച് വിശന്ന് വലഞ്ഞു വരുന്ന ആർക്കെങ്കിലും ഒരു വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താൽ, അവരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ, മാനെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം. ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വണ്ടിയെ കയറാനായിട്ട് വിഷമിക്കുമ്പോൾ അതിനൊരു കൈത്താങ്ങ് കൊടുത്ത് കയറ്റിയാൽ അത് പോകുന്ന വഴിക്ക് പ്രാർത്ഥിക്കും, ദൈവമേ ആ കുഞ്ഞിനെ കാക്കണേന്ന്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇങ്ങനെ എത്രയോ ആളുകൾ ഒരു ദിവസം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അങ്ങനെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആ അനുഗ്രഹം ഏറ്റുവാങ്ങാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ശരിയല്ലേ? അങ്ങനെ ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് നമുക്ക് ഇടവരുത്തണം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വാക്ക് നമ്മൾ മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ അത് കാണാതെ പഠിക്കണം. ഒന്നുകൊണ്ട് പറഞ്ഞേ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയവർക്കൊക്കെ ധാരാളം കൃപ കൊടുക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അബ്രാഹത്തെ സന്ദർശിച്ച നല്ല ദൈവമേ, അങ്ങ് ഓരോ ദിവസവും ഞങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. ചെറിയ ആളുകളിലൂടെ, എളിയവരിലൂടെ, ദരിദ്രരിലൂടെ, വിഷമിക്കുന്നവരിലൂടെ,
വേദന അനുഭവിക്കുന്നവരിലൂടെ, കരയുന്നവരിലൂടെ അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുമ്പോൾ അങ്ങയെ തിരിച്ചറിയുവാനും അങ്ങയെ ശുശ്രൂഷിക്കുവാനും അബ്രാഹാം അങ്ങയെ ശുശ്രൂഷിച്ചതുപോലെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും വേണ്ട വരം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, പാവപ്പെട്ടവരിലും പീഡിതരിലും ബന്ധിതരിലും വേദന അനുഭവിക്കുന്ന രോഗികളിലും എല്ലാം അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളാ പറ്റുന്ന എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വീടുകളിലേക്ക് പോകാം അല്ലേ?